കേരളത്തിലെ ഒരു പുരാതന കാലത്ത് മഹാബലി എന്ന നീതിമാനായ രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യം സമ്പന്നമായി. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. മഹാബലിയുടെ ഭരണം കണ്ട് ദേവന്മാർക്ക് അസൂയ തോന്നി. അങ്ങനെയാണ് വാമനനെന്ന വേഷത്തിൽ വിഷ്ണു മഹാബലിയുടെ മുന്നിലെത്തുന്നത്. മനസ്സിലൊരു ചിത്രം വരക്കുന്നു, കാടും മലയും തോഴയും ചേരുന്നു, ഒരു സ്വപ്നലോകം കേൾക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞതും മലയും. മഹാബലി എന്ന ധാർമ്മികനായ രാജാവ് ഭരിച്ചിരുന്ന നാടാണ് കേരളം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളം പറുദീസയായിരുന്നു. മഹാബലിയുടെ ഭരണത്തിൽ ദേവന്മാരിൽ അസൂയ ഉണ്ടായി. മഹാവിഷ്ണു വാമനനായി അവതരിച്ച് 3 ചുവട് ഭൂമി ചോദിച്ചു. 2 ചുവടിലും ഭൂമിയും ആകാശവും അളന്ന വാമനൻ 3-ാം ചുവട് മഹാബലിയുടെ തലയിൽ വച്ചു. പാതാളത്തിലേക്ക് പോകുന്നതിനു മുൻപ് മഹാബലിക്ക് വർഷത്തിൽ ഒരിക്കൽ കേരളം സന്ദർശിക്കാൻ അനുമതി ലഭിച്ചു. അതാണ് നാം ഓണമായി ആഘോഷിക്കുന്നതിന്റെ ഐതിഹ്യമായി കരുതുന്നത്. മനസ്സിലൊരു ചിത്രം വരക്കുന്നു, കാടും മലയും തോഴയും ചേരുന്നു, ഒരു സ്വപ്നലോകം കേൾക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞതും മലയും സ്നേഹവും. പരമ്പരാഗത ഓണാഘോഷങ്ങൾ. കേരളത്തിന്റെ വസന്തകാലം. കാടും മലയും പുഴയും ചേർന്ന വയനാടിന്റെ മനോഹരമായ പ്രകൃതി ഭംഗി ഇന്ന് ഒരു സ്വപ്നലോകമായി മാറി. ആശംസകൾ ഇല്ലാത്ത, ആഘോഷങ്ങൾ ഇല്ലാത്ത വയനാടിനൊപ്പം ഒത്തുചേരാം. മാറുന്ന കേരളം, മറയുന്ന കാഴ്ചകൾ, മൺമറഞ്ഞ ഓർമ്മകൾ നാളെയുടെ ചരിത്രമായി മാറിയേക്കാം. കാത്തിരിക്കാം നാളെയുടെ നല്ല ഓർമ്മകൾക്കായി.